നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവാറ്റയിൽ വയോധികനെ 3 കൗമാരക്കാർ ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. കരുവാറ്റ മാടുപുരയ്ക്കൽ പടിയേറ്റത്തിൽ ശിവൻകുട്ടി ചെട്ടിയാരാണ് ശനിയാഴ്ച രാത്രി കൊല്ലപ്പെട്ടത്. വയോധികനെ കൊലപ്പെടുത്താൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി കൂട്ടുകാരുടെ സഹായം തേടിയതും രക്ഷപ്പെടാൻ പ്രായം ഒരു തടസ്സമാകില്ല, പ്രായം ഒരു തുണയാകുമെന്ന് ഈ കൂട്ടുകാർക്കെല്ലാം പറഞ്ഞുകൊടുത്തതും ഈ പെൺകുട്ടിയാണ്. പ്രായം കുറഞ്ഞ കുറ്റാരോപിതർക്കും ലഭിക്കുന്ന നിയമ പരിരക്ഷയെ കുറിച്ച് പെൺകുട്ടികൾക്ക് അറിവുണ്ടായിരുന്നു. മുൻപ് പിണങ്ങി വീട് വിട്ട് പെൺകുട്ടി 2 പ്രാവശ്യം സാമൂഹികക്ഷേമ വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോമിൽ താമസിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിചയത്തിൽ നിന്ന് കുട്ടികളായ കുറ്റവാളികൾക്ക് ലഭിക്കാനിടയുള്ള നിയമ പരിരക്ഷയെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ചോദ്യം ചെയ്യുന്നത് മെഡിക്കൽ ബോർഡിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ബന്ധുവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്യാൻ പോലീസിനെ സഹായിക്കുന്നതിനായി മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ടാകും. ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അപേക്ഷ നൽകി. പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റും 2 സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടുന്നതാണ് ബോർഡ്. പെൺകുട്ടിയെ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ കോഴിക്കോട് നിരീക്ഷണ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവിടെയായിരിക്കും ചോദ്യം ചെയ്യുക. കുട്ടിക്ക് മാനസിക പിന്തുണ ഉറപ്പുവരുത്തും. സ്വതന്ത്രമായി മൊഴി നൽകാനുള്ള സാഹചര്യം ഒരുക്കും. വീട്ടിൽ നിന്ന് തനിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കുന്നതിനൊപ്പം ഏതെങ്കിലും തരത്തിലെ മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 3 ദിവസം മാത്രം പ്രവർത്തിച്ച സിം കാർഡ്, അതുപോലെ തന്നെ സൈബർ സെൽ പരിശോധന തുടരുന്നുണ്ട്. സംഭവത്തിൽ 3 ദിവസം മാത്രം പ്രവർത്തിച്ച സിം കാർഡിനെ പറ്റിയും അന്വേഷണം നടക്കും. ഈ സിമ്മിൽ നിന്നുള്ള വിളികളുടെ വിവരം സൈബർ സെല്ല് പരിശോധിക്കുകയാണ്. കുറ്റകൃത്യവുമായി ബന്ധമുള്ളവരുടെ ഫോണിലേക്ക് കൃത്യമായി മാത്രമാണ് ഈ നമ്പർ പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ വിളി വന്നിരുന്നത് എന്നുള്ളതാണ്. സംഭവത്തിന് 2 ദിവസം മുൻപ് മാത്രം പ്രവർത്തനക്ഷമമായ മൊബൈൽ ഫോണിൽ നിന്ന് കുറ്റാരോപിതരുടെ ഫോണിലേക്ക് വിളിയുണ്ടായിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ ഫോൺ പ്രവർത്തിക്കാതെയുമായി. പിന്നീട് ഇതുവരെ ഓണായിട്ടുമില്ല. കൊലപാതകങ്ങളുടെ ആസൂത്രണത്തിന് കുറ്റാരോപിതരിൽ ഒരാൾ എടുത്ത സിം കാർഡ് ആണോ ഇതെന്നും സംശയമുണ്ട്. ശിവൻകുട്ടി കൊല്ലപ്പെട്ട ശനിയാഴ്ചയാണ് കൂടുതൽ വിളിയുണ്ടായത്. കുറ്റാരോപിതരുടെ മൊബൈൽ ഫോണുകളെല്ലാം പോലീസ് കസ്റ്റഡിയിലാണ്. അവരുടെ ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും.